ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ ഉന്നതമായ വിജ്ഞാനങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട അൽ മുനബ്ബിഹാത്ത് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിലൂടെ മഹാനര് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഉപദേശവചനങ്ങളിൽ 20-ാമത്തെ വചനത്തിലേക്കാണ് നാം കടക്കുന്നത്. 19 വചനങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന വചനം സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശമാണ്. ഇൽമിൻ്റെ പട്ടണമാകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്കറിയാം, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടക്കാനുള്ള ഗേറ്റാണ്, കവാടമാണ് അലി റളിയല്ലാഹു അൻഹു. മഹാനരുടെ വചനമാണ് ഇനി പറയുന്നത്. മല്ലം യക്കുൻ ഇൻദഹു സുന്നത്തുല്ലാഹി വ സുന്നത്തു റസൂലിഹി വ സുന്നത്തു ഔലിയാഇഹി ഫലൈസ ഫീ യദിഹി ഷൈഉൻ. ഏതെങ്കിലും ഒരാളുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ ചര്യ, അള്ളാഹുവിൻ്റെ രീതി, അതേപോലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ രീതി, ഇത് ഒരാളുടെ അടുക്കൽ ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഒന്നുമുണ്ട് എന്ന് പറയേണ്ടതില്ല. പരിഗണനീയമായ ഒന്നും അവൻ്റെ അടുക്കൽ പിന്നെ ഇല്ല. അള്ളാഹുവിന് ഒരു രീതിയുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതിയുണ്ട്, ഔലിയാക്കളുടെ ചില രീതികളുണ്ട്. അതൊക്കെ ഒരാളുടെ അടുക്കൽ ഇല്ലെങ്കിൽ അവൻ്റെ അടുക്കൽ പരിഗണനീയമായ ഒന്നുമില്ല. ഈ പറയപ്പെടുന്നതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഖീല ലഹു, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദ്യം വന്നു. ഇത് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോടൊരു ചോദ്യം വന്നു. എന്താണ് ചോദ്യം? മാ സുന്നത്തുല്ലാഹ്, എന്താണ് അള്ളാഹുവിൻ്റെ രീതി എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ ചര്യ, അള്ളാഹുവിൻ്റെ പതിവ്, അതെന്താണ്? അപ്പോൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കാല ഖത്മാനു സിരി, രഹസ്യം മറച്ചു വെക്കൽ, അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. മാനവരാശിയിൽപ്പെട്ട നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട്, എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളെ അള്ളാഹുവിന് വേണമെങ്കിൽ പരസ്യപ്പെടുത്താനുള്ള വഴിയൊക്കെ റബ്ബിന് ചെയ്യാമല്ലോ. പക്ഷെ റബ്ബ് ചെയ്യുന്നില്ലല്ലോ. റബ്ബ് അത് മറച്ചു വച്ചിരിക്കുകയല്ലേ. അപ്പം കത്മാനു സിറ്, രഹസ്യം മറച്ചു വെക്കൽ എന്ന സംഗതി, അത് അള്ളാഹുവിൻ്റെ ഒരു പതിവാണ്. അത് വിശ്വാസി സ്വീകരിക്കണം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, കത്മാനു സിരി വാജിബുൻ, രഹസ്യം മറച്ചു വെക്കൽ അത് നിർബന്ധമാണ് എന്ന്. അപ്പം നമ്മളുടെ അടുത്ത് ഒരാളൊരു വിവരം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഇത് രഹസ്യമാണ്, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞാൽ അത് രഹസ്യമാണ്. അത് നമ്മൾ മറച്ചു വെക്കൽ നിർബന്ധമാണ്. അത് വെളിവാക്കാൻ പറ്റൂല, പരസ്യപ്പെടുത്താൻ പാടില്ല. നമ്മൾ വേറൊരാളോട് പോയിട്ട് അവൻ ആരോടും പറയരുതെന്നാ പറഞ്ഞത്, അതുകൊണ്ട് നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ പറയണ ശീലങ്ങളുണ്ട് ആളുകൾക്ക്. അതൊന്നും പാടില്ല. അള്ളാഹുവിൻ്റെ പതിവ് നടപടികളിൽ പെട്ടതാണത്, രഹസ്യം മറച്ചു വെക്കൽ. അത് വിശ്വാസി ഉൾക്കൊള്ളണം, ആ രീതി. അടുത്ത ചോദ്യം വന്നു, വഖീല മാ സുന്നത്തുർ റസൂൽ, റസൂലിൻ്റെ ചര്യ, റസൂലിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, അൽ മുദാറാത്തു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ മുദാറാത്ത് എന്ന് പറഞ്ഞാൽ അവരോട് മയപരമായി ഇടപെടൽ. ജനങ്ങളോട് ഒരാൾ എന്ത് ചെയ്തു, ഒരു കവിത പാടി, വദാരിഹിം മാതും തഫീദാരിഹിം വ അർളിഹിം മാതും തഫീ അർളിഹിം, ആളുകളുടെ, ജനങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ നാട്ടിൽ നീ നിലനിൽക്കുമ്പോഴൊക്കെ അവരോട് മുദാറാത്തിൽ ജീവിക്കണം, അഥവാ നല്ല രീതിയിലുള്ള ഇടപെടൽ വേണം. അവരുടെ ഭൂമിയിൽ അഥവാ അവരോടൊത്ത് നീ കഴിയുമ്പോൾ അവരെ നീ തൃപ്തിപ്പെടുത്തണം. ഇതാണ് ആ വചനം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വചനത്തിലുള്ളതല്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നബിതങ്ങളുടെ ചര്യ അൽ മുദാറാത്തു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ
മയമായിട്ടുള്ള രീതികൾ സ്വീകരിക്കുക. ആ ആശയത്തിനുള്ള മറ്റൊരു വാചകമാണ് ഞാൻ പറഞ്ഞത്, വേറെ ചില മഹാന്മാർ പറഞ്ഞത്. അടുത്ത ചോദ്യം വന്നു അലി റളിയല്ലാഹു അൻഹുവിനോട്, വഖീല മാ സുന്നത്തു ഔലിയാഇഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ രീതി എന്താണ്, ചര്യ എന്താണ്? അപ്പോൾ പറഞ്ഞു, കാല ഇഹ്തിമാലുല്ലദാ അനിന്നാസി, ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തെ സഹിക്കുക. അത് ഔലിയാക്കളുടെ രീതി. അത് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കൾക്കൊക്കെ അങ്ങനെയാണ്. എത്രയോ ഔലിയാക്കളെ ഉപദ്രവിക്കുക, ജനങ്ങൾ ഉപദ്രവിക്കുക, ജനങ്ങൾ ആക്ഷേപിക്കുക, അതല്ലെങ്കിൽ ശരീര ഉപദ്രവം നടത്തുക, മാനം കെടുത്തുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ അത് മൈൻഡ് ചെയ്യാറില്ല, അവർ അത് സഹിക്കൽ, അതവരുടെ രീതിയാണ്. ഔലിയാക്കളുടെ ഒക്കെ നേതാക്കളാണല്ലോ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് ലോകത്ത് കടന്നു വന്ന മഹത്തുക്കളായ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽപ്പെട്ട എത്രയോ ആളുകളാണ്, എത്രയോ അമ്പിയാക്കളാണ്, മഹാന്മാരാണ് കൊല്ലപ്പെട്ടു പോയത്. ഉപദ്രവം എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. അങ്ങനെയൊക്കെ കാണാലോ നമുക്ക് ദീനിൻ്റെ ചരിത്രത്തിൽ. അപ്പം സഹിക്കുക എന്നത് ഔലിയാക്കളുടെ രീതിയാണ്, ഉപദ്രവം സഹിക്കുക. എന്നിട്ട് പിന്നീട് മഹാൻ പറഞ്ഞു, വക്കാനു മങ്കബലന യതവാസൗന ബിസലാസി ഹിസ്വാലിൻ, നമ്മളുടെ മുമ്പിലുള്ള സമുദായങ്ങൾ, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങൾ, അവർ പരസ്പരം ഉപദേശിച്ചിരുന്നു 3 കാര്യങ്ങൾ. വയത്തക്കാത്തബൂന ബിഹ, ആ 3 കാര്യങ്ങൾ അവർ പരസ്പരം എഴുതി അറിയിച്ചിരുന്നു. ഒരാൾ വേറൊരാളിലേക്ക് ഇതൊരു ഉപദേശമായി എഴുതി അറിയിക്കും. അങ്ങനെയുള്ള ഒരു 3 കാര്യങ്ങളുണ്ട് മുൻകാല സമുദായങ്ങളിൽ. പരസ്പരം ഉപദേശമായിട്ട് നിലനിന്നിരുന്ന 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? മൻ അമില ലി ആഖിറതിഹി കഫാഹുല്ലാഹു അംറ ദീനിഹി വ ദുന്യാഹു, ഒരാൾ ആഖിറത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി പണിയെടുത്താൽ അവൻ്റെ ദീനിൻ്റെയും ദുന്യാവിൻ്റെയും കാര്യങ്ങൾ അവന് അല്ലാഹു തആല തീർത്തു കൊടുക്കും. അവൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആഖിറത്തിന് വേണ്ടിയായിരിക്കണം, അഥവാ പരലോകത്തിന് വേണ്ടിയായിരിക്കണം, പരലോക രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം. എങ്കിൽ അവൻ്റെ ദീനിൻ്റെ കാര്യമാവട്ടെ, അവൻ്റെ ഈ ലോകത്തുള്ള ആയുസ്സിലെ കാര്യങ്ങളാകുന്ന ദുന്യാവിൻ്റെ കാര്യങ്ങളാവട്ടെ, എല്ലാം അള്ളാഹു അവന് വേണ്ടതുപോലെ നടപ്പാക്കി കൊടുക്കും. എപ്പോഴും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. പിന്നെ പറഞ്ഞു, വമൻ അഹ്സന സരീറത്തഹു, ഇത് ആ മുൻഗാമികളുടെ പരസ്പര ഉപദേശങ്ങളിലെ 2ാമത്തെ കാര്യം. വമൻ അഹ്സന സരീറത്തഹു അഹ്സനല്ലാഹു അലാനിയത്തഹു, ഒരാൾ അവൻ്റെ ശരീരത്ത് നന്നാക്കിയാൽ, അഥവാ അവൻ്റെ ഖൽബ്, അവൻ്റെ രഹസ്യം, അഥവാ അവൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നാക്കിയാൽ, ഹൃദയത്തിലെ ചിന്തകളൊക്കെ നന്നാക്കിയാൽ, അവൻ്റെ പരസ്യത്തെ അല്ലാഹു നന്നാക്കുന്നതാണ്. അപ്പോൾ പരസ്യം കണ്ടാൽ അറിയാം അവൻ്റെ രഹസ്യത്തിൻ്റെ ഹാലെന്താണ്. അങ്ങനെയാണ്. അല്ലാഹിറു യദുല്ലു അലൽ ബാത്തിനി എന്നാണ് മഹാന്മാർ പറഞ്ഞത്. നമ്മുടെ ആന്തരിക അവസ്ഥകൾ, നമ്മളുടെ ഉള്ളിലെ അവസ്ഥകൾ, അത് നമ്മളെ അറിയിക്കുന്ന രൂപമാണ്. അത് നമ്മളിലേക്ക് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ പുറത്തെ അവസ്ഥകൾ, ബാഹ്യാവസ്ഥകൾ. അപ്പോൾ ബാഹ്യം കണ്ടാൽ അറിയാം അവൻ്റെ ഉള്ളെന്താണ്. അങ്ങനെയാണ്. അപ്പം രഹസ്യം നന്നായ ഒരാള് അവൻ്റെ പരസ്യവും അല്ലാഹു തആല നന്നാക്കും എന്നാണ്. വമൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹി അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസി, ഒരാൾ അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കി ചെയ്താൽ അവനും അള്ളാഹുവും തമ്മിലുള്ള, എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ലോകമാന്യതയില്ലാതെ, ഉൾനാട്യമില്ലാതെ, മറ്റവരെ കാണലും കേൾപ്പിക്കലുമില്ലാതെ, അതാണല്ലോ നല്ല ലക്ഷ്യം. ആ ലക്ഷ്യത്തോടുകൂടെ ഒരാൾ റബ്ബുമായിട്ടുള്ള അവൻ്റെ അമലിനെ ഒരാൾ നിർവഹിച്ചാൽ അസ്ലഹല്ലാഹു മാ ബൈനഹു വ ബൈനന്നാസി,
അവൻ്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള അവസ്ഥയും അള്ളാഹു നന്നാക്കും. എന്ന് പറഞ്ഞാൽ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനെ ജനങ്ങളും ഇഷ്ടപ്പെടും. അള്ളാഹുവും ഇവനും തമ്മിലുള്ള ബന്ധം ഇവൻ നന്നാക്കി അവൻ നല്ല അമല് ചെയ്യുമ്പോൾ അവനെ ഇഷ്ടപ്പെടും. അപ്പം ഇവനും ജനങ്ങളുടെ ഇടയിലുള്ള ബന്ധം, ഇവനും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും നന്നാക്കും. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇവനെ ഇഷ്ടപ്പെടും. ഇതാണ് 20ാമത്തെ വാചകം, ഉപദേശം. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം. അള്ളാഹു നമ്മെ ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കട്ടെ.